ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അർഫാഷിക് വ്ലോഗ്സ്. അപ്പം എൻ്റെ ഫസ്റ്റത്തെ വ്ലോഗാണ്. എന്താ ഇടണ്ട ഒന്നും അറിയില്ല, ആകെ കൺഫ്യൂസ്ഡാണ്. ഓൺ വോയിസ് ഒക്കെ ഫസ്റ്റ് ടൈം ആട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തൊരു മല ഉണ്ട് കേട്ടോ, ചെറിയ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ചു. ഫാമിലി എല്ലാവരും, ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും പ്ലാൻ ചെയ്ത് ജസ്റ്റ് പോവാം. അപ്പം ആ വീഡിയോ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. കാലൊക്കെ സ്ലിപ്പാവുന്നുണ്ട്, ഫുള്ള് ഇലയായിട്ട്. ഫുള്ള് കാടാണ് കേട്ടോ, നോക്കിക്കോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ഥലം ഞങ്ങളതാണ് കേട്ടോ, ഞങ്ങളെ ഉപ്പാൻ്റെ സ്ഥലമാണ് കുറച്ച് ഭാഗം. അപ്പോൾ ധൈര്യപ്പെട്ട് വരുന്നത്, ആ ധൈര്യത്തിലാണ് ഞങ്ങൾ വരുന്നത്. ഈവനിങ് വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ഇടയ്ക്ക് ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. ഫുള്ളും കാടാണ്. പന്നിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫൈനലി ഞങ്ങൾ എത്താനായി ഞങ്ങൾ സ്പോട്ടിൽ. ഇതിന് മുന്നേ വന്നപ്പോൾ ഫുള്ള് ഇലകളൊക്കെ കരിഞ്ഞ ഒരു സീസണായിന്. പല ടൈമിലും പല ഇതാ വരിക. ചില ടൈമിൽ പുല്ല് വരുന്ന ടൈമായിരിക്കും. എർസ ബേബിയൊക്കെ ഫുൾ ഹാപ്പി. ഞാൻ അവളെ പുറത്തേക്കൊന്നും വിടാറില്ല വീട്ടിൽ നിൽക്കുമ്പോൾ. അപ്പം അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഫുൾ ഫ്രീഡം കിട്ടിയ പോലെ. ആകെ ഹാപ്പി മൊമെന്റ്. ഹാപ്പിയൊന്നുമില്ല. പുറത്തുനിന്ന് ആൾക്കാർ വരലുണ്ട്. മാലേരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് പാലത്താണ്. അപ്പം കുറേ ആൾക്കാർ വരലുണ്ട്. ടെൻ്റൊക്കെ അടിച്ച് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞേരെ റിട്ടേൺ പോവും. കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യാറുണ്ട്. നടക്ക്. ഇവിടെ മരത്തിൻ്റെ മുകളിലിരുന്ന് നമ്മളെ കാലിക്കറ്റ് ബീച്ച് കാണാം, കോഴിക്കോട് ബീച്ച് കാണാം.
അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം അതുപോലെ താഴോട്ട് തന്നെ ഇറങ്ങാൻ നോക്കി. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്താമെന്ന് വിചാരിച്ച്. ഇരുടാവുന്നതിനനുസരിച്ച് വന്യമൃഗങ്ങളൊക്കെ വരുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വേറെ റിട്ടേൺ തന്നെ പോയി. ഇൻഷാ അല്ലാ, അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.